Good morning, students. At the discuss the transformation W equal to 1 by Z. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ Z plane എന്ന് പറഞ്ഞ ഇതാണ്. Z plane x axis, y axis. ഇതാണ് Z plane. ഇതാണ് W plane. W plane ഏതാണ്? U V. ഇതാണ് W plane. അപ്പോൾ x ന് corresponding ആയിട്ടാണ് U വരുന്നത്, y ക്ക് corresponding ആയിട്ടാണ് V വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് W is equal to 1 by Z. W എന്ന് പറഞ്ഞാൽ U plus IV ആണ്. അതുപോലെ Z എന്ന് പറഞ്ഞാൽ എന്താണ്? Z എന്ന് പറഞ്ഞാൽ X plus IY ആണ്. ഇവിടെ നമുക്ക് 1 by X plus Y is equal to ഇങ്ങനെ എഴുതാം, X plus IY is equal to 1 by U plus IY തിരിച്ചെഴുതാം അല്ലേ? അപ്പോൾ U plus IV is equal to 1 by X plus IY ആണെങ്കിൽ X plus IY എന്തായിരിക്കും? 1 by U plus IV ആയിരിക്കും. ഇവിടെ നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് ഗുണിക്കാം. അപ്പോൾ U minus IV divided by U plus IV into U minus IV. അപ്പോൾ X plus IY സമം എന്ത് കിട്ടും നമുക്ക്? U minus IV U square plus V square എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ U by U square plus V square minus V by U square plus V square. Then equating real and imaginary parts. Equating real and imaginary parts. അപ്പോൾ നമുക്ക് x സമം എത്ര കിട്ടണേ? x is equal to U by U square plus V square. y സമം എത്ര കിട്ടണേ? minus V by U square plus V square. ഇങ്ങനെയാണ് x ഉം y ഉം കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇത് ഇവിടെ എഴുതി വെക്കാം. x is equal to U by U square plus V square. y is equal to minus V by U square plus V square. അപ്പോൾ നമ്മൾ ഡിസ്കസ് ട്രാൻസ്ഫോർമേഷൻ W equal to 1 by Z എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ x in terms of U and V കണ്ടുപിടിക്കുക, y in terms of U and V കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് കേസ് 1 ഓരോ കേസായിട്ട് ഡിസ്കസ് ചെയ്യാം. കേസ് 1 when x is equal to C. Case 1 when x is equal to C. That is x is equal to C in the straight line in Z plane. ഇതാണ് x is equal to C. ഈ പോയിന്റ് എന്താണ്? C0. അത് W പ്ലെയിനിൽ എന്താണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ x is equal to C ആവുമ്പോൾ V x ന് C കൊടുക്കാം. അപ്പോൾ x is equal to U by U square plus V square എന്ന ഇക്വേഷന്റെ ആ x ന് C കൊടുക്കുമ്പോൾ C is equal to U by U square plus V square എന്ന് കിട്ടും. അപ്പോൾ C into U square plus V square minus U is equal to 0 എന്ന് കിട്ടും. ഇവിടെ x ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് U, y ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് V. അപ്പോൾ C into U square plus V square minus U എന്ന് പറഞ്ഞാൽ ഇത് എന്തിന്റെ ഇക്വേഷൻ ആയിരിക്കും? ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആയിരിക്കും. സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ax square plus by square plus 2gx plus 2fy plus c is equal to ജനറൽ ഇക്വേഷൻ സർക്കിൾ ആണ്. അപ്പൊ ആ സർക്കിളിന്റെ ഇക്വേഷൻ പോലെയാണ് ഇത് വരുന്നത്. C into U square plus V square minus U is equal to 0. അപ്പൊ നമുക്ക് when x is equal to C, a straight line in Z plane transformed into a circle, C into U square plus V square minus U is equal to 0 in W plane under the transformation W is equal to 1 by Z. അപ്പോൾ കേസ് 1 പറഞ്ഞത് x is equal to C a സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അത് W പ്ലെയിനിൽ എന്തുണ്ടാക്കുന്ന ഒരു സർക്കിൾ ആണ് ഫോം ചെയ്യുന്നത്. സർക്കിൾ C into U square plus V square minus U is a circle in W plane under the transformation W is equal to 1 by Z. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്താണ്? ഇവിടെ x is equal to C എടുത്തപ്പോൾ രണ്ടാമത്തെ കേസ് y is equal to C എടുക്കണം. രണ്ടാമത്തെ കേസ് y is equal to C നോക്കാം. y is equal to C. x is equal to C എന്നുള്ള മാറ്റി y equal to C എടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? y is equal to minus V by U square plus V square ആണ്. ഈ y ക്ക് പകരം നമ്മൾ C കൊടുത്തു. അപ്പോൾ minus V by U square plus V square എന്ന് കിട്ടും. നമ്മൾ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് വി ഈസ് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് അഗൈൻ എ സർക്കിൾ. ഇത് നമുക്കൊരു സർക്കിൾ ആയിട്ടാണ് വരുന്നത് അല്ലെ. ഇറ്റ് ഈസ് അഗൈൻ എ സർക്കിൾ. Therefore y is equal to c, a straight line. A straight line. Y is equal to c എന്ന് പറഞ്ഞാൽ is a straight line parallel to x axis. Straight line in z plane. In z plane transformed into a circle. Transformed into a circle. C into u square plus v square plus v is equal to 0 in w plane under the transformation w is equal to 1/6. അപ്പൊ രണ്ടാമത്തെ കേസ് കിട്ടി. രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടിയ എന്താണ്? സർക്കിൾ ആണ് കിട്ടിയത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ്, കേസ് 3. മൂന്നാമത്തെ കേസ് നോക്കണം. മൂന്നാമത്തെ കേസ് കേസ് 3. കേസ് 3 പറയുന്നത് when y എന്നുള്ളത് when x greater than c, ഇത് ഹാഫ് പ്ലെയിൻ ഇസഡ് പ്ലെയിൻ. x greater than c എന്ന് പറഞ്ഞാൽ എന്താണ്? x എന്നുള്ളത് ഇതാണ്, ഈ ഇസഡ് പ്ലെയിനിലെ x ആക്സിസ്. അപ്പൊ x greater than c, അതിന്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രം നോക്കാം. പോസിറ്റീവ് സൈഡ് മാത്രം നോക്കാം. അപ്പൊ അങ്ങനെ വരുന്ന കേസില് ഡബ്ല്യു പ്ലെയിനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പോസിറ്റീവ് സൈഡ് ഓഫ് ദ എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് സൈഡ് ഓഫ് ദ എക്സ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ എക്സ് ഇപ്പൊ നമുക്ക് ലൈൻ വരയ്ക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഇസഡ് പ്ലെയിൻ ഇതാണ് നമ്മുടെ ഇസഡ് പ്ലെയിൻ. ഇത് എക്സ് ഇസ് ഈക്വൽ ടു സി, നമ്മുടെ സ്റ്റേറ്റ് ലൈൻ. എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലൈൻ. ഇത് നമുക്ക് ഡബ്ല്യു പ്ലെയിനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് യു ആണ്, ഇത് വി ആണ്. അപ്പൊ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ സി വരുമ്പോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നാണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി എന്ന് വരും. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? യു ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു അല്ലെ, മൈനസ് യു ലെസ് ദാൻ 0 എന്ന് വരും. തിരിച്ചു വരുമ്പോൾ ലെസ് ദാൻ 0. ദാറ്റ് ഈസ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ബൈ സി ലെസ് ദാൻ 0 എന്ന് വരും. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ബൈ സി എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ചെയ്യാം. യു സ്ക്വയർ മൈനസ്, ഇവിടെ നമുക്ക് ഈ യു സ്ക്വയറിന്റെ കൂടെ യു ബൈ സി കേറ്റാം അല്ലെ, യു ബൈ സി ഇവിടെ. ഇനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറണമെങ്കിൽ ഇതിന്റെ കൂടെ എന്തും കൂടി വരണം? യു ബൈ 2c ദ ഹോൾ സ്ക്വയർ കൂടി വരണം. യു ബൈ 2c ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ. ഇവിടെ 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ, 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ, 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 0. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ബൈ സി എന്ന ഇക്വേഷനിൽ ഒരു സർക്കിളിന്റെ രൂപത്തിലോട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യു സ്ക്വയറും യു ബൈ സിയും കൂടി ഒരുമിച്ച് വെച്ചു. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേം കൂടെ ആഡ് ചെയ്തു, 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ. അപ്പൊ ആ ആഡ് ചെയ്ത ടേം ഞാൻ സബ്സ്ട്രാക്ട് ചെയ്തു, 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ പിന്നെ പ്ലസ് വി സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയ ഈ ഒരു ടേമിനെ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാം. അത് എങ്ങനെ എഴുതാം? യു മൈനസ് 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. യു മൈനസ് 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ബാക്കിയുള്ള ടേം എന്താണ്? പ്ലസ് വി സ്ക്വയർ എന്ന് എഴുതാം. ഈ 1 ബൈ 2c ഹോൾ സ്ക്വയർ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. 1 ബൈ 2c ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആയി. ഈ സർക്കിളിന്റെ ഇക്വേഷന്റെ സെന്റർ എന്താണ്? സെന്റർ സർക്കിൾ വിത്ത് സെന്റർ 1 ബൈ 2c 0. റേഡിയസ് എന്താണ്? റേഡിയസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2c. അപ്പൊ നമ്മള് ഒരു എക്സ് ഗ്രേറ്റർ ദാൻ സി ഈ ഒരു പ്ലെയിനില് ഇങ്ങോട്ട് മാത്രം നമ്മൾ നോക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സി വരുമ്പോൾ അതൊരു സർക്കിൾ ആയിട്ടാണ് മാറുന്നത്. ഡബ്ല്യു പ്ലെയിനിൽ സർക്കിൾ ആയിട്ട് മാറുന്നു. ആ സർക്കിളിന്റെ സെന്റർ എന്താണ്? 1 ബൈ 2c 0 ആൻഡ് റേഡിയസ് എന്താണ്? 1 ബൈ 2c. അതിന്റെ കാൽക്കുലേഷൻ നോക്കുക. ഇവിടെ എക്സ് ഇക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. അപ്പൊ യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി ആണ്.
എന്ന് പറഞ്ഞാൽ യു ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. ഇത് ഇക്വാളിറ്റി ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുമ്പോൾ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ലെസ് ദാൻ 0 വരും. അപ്പൊ ഇതിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ബൈ സി ലെസ് ദാൻ 0 വരും. ഇനി നമ്മൾ എന്താണ് ചെയ്തത്? ഈ യു സ്ക്വയറിന്റെ കൂടെ യു ബൈ സി അടുപ്പിക്കുന്നു. അപ്പൊ യു സ്ക്വയർ മൈനസ് യു ബൈ സി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടേമിന്റെ ആവശ്യമുണ്ട്. ആ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2c ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ 1/2c ഹോൾ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുന്നു, 1/2c ഹോൾ സ്ക്വയർ സബ്സ്ട്രാക്ട് ചെയ്യുന്നു, പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ സി. അപ്പൊ ഈ യു സ്ക്വയർ മൈനസ് യു ബൈ സി പ്ലസ് യു 1/2c ഹോൾ സ്ക്വയറിന് പകരം എന്താ എഴുതാം? യു മൈനസ് 1/2c ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 1/2c ഹോൾ സ്ക്വയർ. അപ്പൊ ഇതെന്താണ്? ഇത് ഒരു സർക്കിൾ ആണ്. സർക്കിളിന്റെ സെന്റർ എന്താണ്? 1/2c 0 ആൻഡ് റേഡിയസ് 1/2c. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? when x greater than c in z plane transformed into a circle with center 1/2c 0 and radius 1/2c. Under the transformation, that is not under the transformation, w is equal to 1/s. അത് എഴുതി കഴിഞ്ഞാലാണ് പൂർണ്ണമാവുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ x ഗ്രേറ്റർ ദാൻ c വരുമ്പോ നമുക്ക് z പ്ലെയിനിൽ x ഗ്രേറ്റർ ദാൻ c വരുമ്പോ അത് ട്രാൻസ്ഫോം ചെയ്ത് ഒരു സർക്കിളിലേക്ക് സർക്കിളായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആ സർക്കിളിന്റെ സെന്റർ എന്തായിരിക്കും? 1/2c 0 ആൻഡ് റേഡിയസ് എന്തായിരിക്കും? 1/2c. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w is equal to 1/z. അപ്പൊ കേസ് 3 കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കേസും കൂടി ഇതിലുണ്ട്, നാലാമത്തെ കേസ്. ആ കേസ് കൂടി കഴിഞ്ഞാലാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റഡ് ആവുള്ളൂ. നാലാമത്തെ കേസ് പറയുന്നത് കേസ് 4 when x square plus y square is equal to c square. X square plus y square equal to c square. Circle in z plane. ഒരു z പ്ലെയിനിൽ ഇതൊരു സർക്കിൾ ആണ്. സർക്കിൾ ഇൻ z പ്ലെയിൻ. അത് ഡബ്ല്യു പ്ലെയിനിൽ എന്ത് സംഭവിക്കും നോക്കാം. സർക്കിൾ ഇൻ z പ്ലെയിൻ. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ വരുമ്പോ നമുക്കറിയാം ഇവിടെ എക്സ് is equal to u by u square plus v square ആണ്, y is equal to minus v by u square plus v square ആണ്, അല്ലേ? അപ്പൊ ഇവിടെ ഈ എക്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഈക്വേഷനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? സി സ്ക്വയർ ആണ്. ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? യു സ്ക്വയർ ഇവിടെ പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, അല്ലേ? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ കോമൺ ആണ്. അപ്പൊ ഈ ന്യൂമറേറ്ററിൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ കിട്ടും. എന്ന് പറഞ്ഞാൽ 1 ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി സ്ക്വയർ കിട്ടും. ഒരു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ കട്ടായി പോകും. അപ്പൊ 1 ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ 1 ബൈ സി സ്ക്വയർ, അപ്പോ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ സമയം എത്ര കിട്ടും? നമുക്ക് 1 ബൈ സി സ്ക്വയർ കിട്ടും. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 1 ബൈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സർക്കിൾ with center 0 0 and radius 0 radius 1 by c. Therefore when x square plus y square equal to c square in z plane ഇതൊരു സർക്കിൾ ആണ്. z plane transformed into a circle in w plane with the center 0 0 and radius 1 by c in w plane. അപ്പൊ 4 കേസ് നമ്മൾ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഡിസ്കസ് ട്രാൻസ്ഫോർമേഷൻ w equal to 1 by z നമ്മൾ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഡിസ്കസ് ട്രാൻസ്ഫോർമേഷൻ w equal to 1 by z നമ്മൾ x is equal to c, y is equal to c, x greater than c and ലാസ്റ്റ് കേസ് 4 എന്താണ്? x square plus y square equal to c square. ഇങ്ങനെ ഈ 4 കേസും നമ്മൾ പറയണം, 4 കേസ് നമ്മൾ എഴുതണം, എന്നാൽ മാത്രമേ ഈ ആൻസർ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ.